ഗൈസ് വെൽക്കം ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് കൂളായിട്ടിരിക്കുക. നമ്മൾ ഇന്ന് തന്നെ ഒരു പുതിയ ഓൾ ടൈം ഹൈ കണ്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം BTC ഓൾ ടൈം ഹൈ ഉണ്ടാക്കുമ്പോൾ ആൾട്ടിന് എന്താണ് അധികം ഒരു മൂവ്മെൻ്റ് ഇല്ലല്ലോ, എന്താണ് അവസ്ഥ എന്നുള്ള മെസ്സേജുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് നമ്മുടെ പ്ലാൻ, വീക്ക് 7 ആയല്ലോ, ഡിപ്പ് ഉണ്ടാവുമോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, XRP, ഡോജ്, ഷിബ് പോലുള്ള കോയിൻസ് എങ്ങനെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ പബ്ലിക് ഗ്രൂപ്പിൽ ഞാൻ ഇന്നലെ ഇട്ടൊരു വോയിസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അല്ല, ഒരു 3 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഇന്നൊന്നും കൂടി ഒന്ന് പിൻ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, എല്ലാവരും പബ്ലിക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ. XRP ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ 2017-18 കാലങ്ങളിൽ നിങ്ങൾ മാർക്കറ്റ് ക്യാപ്പ് നോക്കിയാൽ രണ്ടാം സ്ഥാനം ഏത് കോയിനാണെന്ന് വെച്ചാൽ XRPക്കാണ്. അതിന് ആ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ XRP എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഫോൾഡറിൽ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ XRPക്ക് പിന്നീട് ആ കേസ് വരികയും ഇന്നിപ്പം സെക്കിൻ്റെ പുതിയ ആളെ ഗാരീനെ മാറ്റിയിട്ട് പുതിയ ആൾ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ആ ഒരു ഹൈപ്പ് XRPക്ക് പൊതുവെ വരുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ XRP ഹോൾഡർ ആണെങ്കിൽ ഇത്രയേ ചിന്തിക്കണ്ടു. ഇങ്ങനെയാണ് ഓപ്പറേഷൻ. കാരണം ഒന്നും സംഭവിക്കാണ്ട് തന്നെ ഈ XRPക്ക് ഇപ്പോൾ ഈ $2 മാർക്ക് ബ്രേക്ക് ചെയ്ത് ഇപ്പം തന്നെ $3 കൂളായിട്ട് ബ്രേക്ക് ആവും. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നുണ്ട്, അന്ന് $1 $2 എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഒരു ഹൈപ്പ്. ഇനി ഒരു $5 $10 ഒക്കെ അല്ലാണ് ഹൈപ്പ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു കോയിന് $1 അല്ലെങ്കിൽ ഒരു മാർക്ക് ബ്രേക്ക് ചെയ്ത് $2 $3 മാർക്ക് ബ്രേക്ക് ചെയ്താൽ പിന്നെ നമ്മൾ കാണാണ്ട് തന്നെ ഒരു ഗ്രോത്ത് സംഭവിക്കും. XRPനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ കാര്യം ചിന്തിച്ചാൽ മതി. ഈ പറയുന്ന ഈ കേസ് അത് ഓക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ലെവലിലേക്ക് തന്നെ XRP $2 ഏരിയയിലേക്ക് തന്നെ പെട്ടെന്ന് ആ ഒരു ഏരിയയിൽ നിൽക്കും. ഇനിയിപ്പോൾ കേസ് പ്രശ്നം തീർന്നില്ലെങ്കിൽ നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഒട്ടുമിക്ക ചാൻസും എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ കേസ്, കാരണം ഇത്രയും ഏകദേശം 4 വർഷത്തോളം ഈ നീണ്ടു നിൽക്കുന്നതുകൊണ്ട് തന്നെ കറൻറ്റ് സിറ്റുവേഷൻ ക്രിപ്റ്റോ മാർക്കറ്റിൽ നോക്കുമ്പോൾ XRPക്ക് അനുകൂലമായ ഒരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് തന്നെ 70% എനിക്ക് തോന്നുന്നു കേസ് സോൾവ് ആവുന്ന രീതിയിലേക്ക് എത്തും. എന്നാൽ നമ്മൾ 30% എപ്പോഴും മനസ്സിൽ വേണം. സോൾവ് ആയിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ലോയിലേക്ക് തന്നെ ഡൗൺ ആവും. ഇനി അഥവാ അതൊരു പോസിറ്റീവ് ആണെങ്കിൽ XRPനെ സംബന്ധിച്ചിടത്തോളം പുതിയ മാർക്ക് ഉണ്ടാക്കാവുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തീരത്തിന് മുമ്പ് XRP എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഈ പറയുന്ന 2ാം സ്ഥാനം കീഴടക്കിയ കഴിഞ്ഞ 4 വർഷം ഇത്രയും വലിയ കേസ് ഉണ്ടായിട്ട് പോലും ആദ്യത്തെ 10ൽ മാർക്കറ്റ് ക്യാപ്പ് കീപ്പ് ചെയ്ത XRP കേസിൻ്റെ ഒരു അപ്ഡേറ്റ്സും വരുന്നതിന് മുമ്പ് തന്നെ ഒരു $2 $3 മാർക്കിലേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ടായ സ്ഥിതിക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ ഒരു ട്രമൻഡസ് ഗ്രോത്ത് എന്ത് ചെയ്യപ്പെടാം XRPക്ക് സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ നമുക്ക് എത്രത്തോളം ഞാൻ എയിം ചെയ്യുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വൻ ഫോം അടിക്കും ചില ആൾക്കാർ. അതുകൊണ്ട് അത് നമുക്ക് ഫെർദറായിട്ട് അപ്ഡേറ്റ്. ഇപ്പം ഞാൻ ആ ഒരു വാല്യൂ അഥവാ സംഭവിച്ചു കഴിഞ്ഞു ആ ലെവലിലേക്ക് എത്താമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വീണ്ടും ഞാൻ ഈ ബുൾ മാർക്കറ്റിൽ പൈസക്കാരനാകും, ഞാൻ തന്നെ കോടീശ്വരൻ എന്നുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് മെൻറ്റാലിറ്റി മാറും. അതുകൊണ്ട് നമുക്കത് ഘട്ടം ഘട്ടമായിട്ട് സംസാരിക്കാം. ഇനിയിപ്പോൾ ഉള്ള കോയിൻ എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആൾട്ടിന് തീരെ മൂവ്മെൻറ്റ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ BTC ഡോമിനൻസ് ഒരു മെയിൻ സപ്പോർട്ടിൽ നിൽക്കുകയാണ്. കറൻ്റ്ലി ഫ്ലോ ഫുൾ BTCയിലേക്കാണ്. കാരണം ആ ഒരു ഡോമിനൻസ് ഉള്ള സമയത്തൊന്നും എന്ത് ചെയ്യപ്പെടില്ല, ഈ പറയുന്ന ആൾട്ടിന് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. പിന്നെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും XRP ഇപ്പോൾ മൂവ് ചെയ്ത പോലെയോ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും കോയിൻ ഫോക്കസ്ഡ് മൂവ്മെൻറ്റേ ഉണ്ട്. BTC കഴിഞ്ഞ് ഒരു കുറച്ച് കൂൾ ഓഫ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ആൾട്ട് കയറൂല എന്നുള്ള ആറ്റിറ്റ്യൂഡൊന്നും വേണ്ടേ. Q1 ഈ ജാനുവരി സമയങ്ങളിലൊക്കെ നോർമലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ആൾട്ടിലേക്ക് പതിയെ ഫ്ലോ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ കാരണം ഈ പറയുന്ന സെറ്റപ്പ് ഒരു ബുൾ മാർക്കറ്റ് പൂർത്തിയാവണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫോമോൻ്റെ പീക്ക് എത്തണമെങ്കിൽ BTC 200K എത്തിയും കൊണ്ടൊന്നും കാര്യമില്ല. ആൾട്ടിലേക്ക് മണി വരണം. ആൾട്ടിലേക്ക് മീം കോയിൻസിലേക്ക് മണി വരുമ്പോഴാണ് കുറേ ആൾക്കാർ ഇതിലേക്ക് പമ്പ് ചെയ്ത് വരികയും അവരെ ലിക്വിഡേറ്റ് ആക്കി കുറേ ആൾക്കാർ ഇല്ലാണ്ടാക്കി കുറച്ച് ആൾക്കാർ കുറച്ച് എമൗണ്ട് ഉണ്ടാക്കി സെറ്റപ്പ് പോകുന്നത്. അപ്പോൾ ഒരു ബുൾ മാർക്കറ്റ് കറക്റ്റ് ഫോമോ വരണമെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം, ആൾട്ടിലേക്ക് മണി വരും. അതിങ്ങനെ വരും ഇനി ഒരു സെറ്റപ്പ്. മാത്രമല്ല BTCനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇപ്പോൾ ഞാൻ ശനി ഞായർ CME ഗ്യാപ്പിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ BTCനെ സംബന്ധിച്ചിടത്തോളം ഈ 102 ഏരിയയിലേക്കൊക്കെ ഒരു CME ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീക്കിൽ തന്നെ ആ ഒരു ഏരിയയിലേക്ക് ഈ ബുൾ മാർക്കറ്റിൽ CME ഗ്യാപ്പ് ഫുൾ ചെയ്യണമെന്ന്, CME ഗ്യാപ്പ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് കുറേ തവണ വിശദീകരിച്ചതാണ്. അതുകൊണ്ടാണ് അത് എന്തുകൊണ്ട് പറയാത്തത്. ആ 102ലേക്ക് വരുന്നത് കുറച്ച് ഗുണം ചെയ്യും. പിന്നെ 7ഉം 8ഉം ഇപ്പോൾ ഉള്ള 7ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് തുടങ്ങിയതും അടുത്ത ആഴ്ചയും എപ്പോഴും റീട്രേസിന് കൂടുതൽ സാധ്യതയുള്ള ആഴ്ചകളാണ്. ഒരുപാട് ഈവൻറ്റ്സ്, അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ മണി പ്രോഫിറ്റബിൾ എടുത്തതിന് ശേഷം ആൾക്കാരെ ഇപ്പോൾ ഹൈപ്പ് കണ്ട് വരുന്നവരെയും കൂടി ഒന്ന് ഇതാക്കിയിട്ടായിരിക്കും Q1ലേക്ക് ജാനുവരിയിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഹൈപ്പ് ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് അത്ര തിരക്കിടണ്ട. നമുക്കൊരിക്കലും മിസ് ഔട്ട് ആയിട്ടില്ല. നമ്മളൊരു 45-44 ദിവസത്തിൽ എത്ര ഒരു ബുൾ മാർക്കറ്റിൻ്റെ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അയ്യോ ഫിയറിങ് ഓഫ് മിസ്സിങ് ഔട്ട് ഒന്നും വേണ്ട. ഒന്ന് കൂൾ ഓഫ് ചെയ്യ്. ഈ ഒരു ഡേഞ്ചർ പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സജീവമായിട്ട് എന്ത് ചെയ്യപ്പെടാം,
പല കോയിൻസിലേക്കും പ്രത്യേകിച്ച് ആൾട്ടിലേക്കൊക്കെ മണി വരുന്നത്ര നമ്മൾ 3x ഒക്കെ സജീവമാക്കാനുണ്ട്. ഡോജ് കോയിനും അങ്ങനെ തന്നെയാണ്. ആ ഒരു കൂൾ ഓഫ് പീരീഡ് ആണുള്ളത്. 0.444 വരെ ഉണ്ടായിരുന്നു, 0.3738 വരുന്നു. എത്രത്തോളം കുറയാണോ അത്രത്തോളം ഡോജിന് അടുത്ത മൂവ്മെൻറ്റിന് സാധ്യത. നിങ്ങൾ ചില ആൾക്കാർ വിചാരിക്കും ഡോജ് കുറയാണ്ട് തന്നെ അവിടെ തന്നെ നിൽക്കണം, 0.4 തന്നെ നിൽക്കണം, അല്ലെങ്കിൽ 0.44 തന്നെ നിന്നൂടെ എന്താണ്. പക്ഷെ അങ്ങനെയല്ല. ഡോജ് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം അതിൻ്റെ അടുത്ത ലെഗ് അപ്പ് മൂവ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിരിക്കും. കാരണം അത്രത്തോളം നമ്മളാണെന്നല്ല ഈ 0.4 ബ്രേക്ക് ചെയ്ത് 0.33 ആകുമ്പോൾ അല്ലെങ്കിൽ 0.36 ആകുമ്പോൾ ഡോജ് വിറ്റിട്ട് നൈസായിട്ട് മുങ്ങുന്ന പരിപാടി. പക്ഷെ മെയിനായ ഇൻവെസ്റ്റേഴ്സൊക്കെ ആ സമയത്ത് കൂടുതൽ പ്രീമിയം ബൈ ഒരുപാട് എമൗണ്ട് ആ ഏരിയയിലേക്ക് ബൈങ്ങിന് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡോജിനെ സംബന്ധിച്ചിടത്തോളം ഈ 0.33 ആ ഏരിയയിലേക്കൊക്കെ വന്ന് കിട്ടിയാൽ അങ്ങനെ വേണം നമ്മൾ തീരുമാനിക്കാൻ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡോജിന് കുറച്ചും കൂടി നല്ല പവർഫുൾ ബയേഴ്സിനെ കിട്ടുകയും നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഇപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത വിഷയമാണ്. പേഴ്സണൽ 10x ആവണമെങ്കിൽ 0.9 നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടത്. 0.9 0.7 ആ റേഞ്ചിൽ ആ ഒരു ഏരിയയിലാണ്. അത് 10x ആണെങ്കിൽ 0.9 അല്ല 0.09 ആണ് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടത്. അപ്പോൾ 0.9 എങ്കിലും ആയാലും നമ്മൾ 10x ആയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഈ പ്രാവശ്യത്തെ എയിം. കാരണം എങ്ങനെയാണെങ്കിലും ഞാൻ പറഞ്ഞ 10x കോയിന് ഫില്ലപ്പ് ചെയ്യൂ. അത് നിങ്ങളോട് മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, അതാണ് എയിം. അപ്പോൾ 0.33 കിട്ടിയാൽ വീണ്ടും റീബൈ. നമ്മുടെ മെയിൻ ബൈയിങ് ഒക്കെ 0.14 0.9 ആണ്. പക്ഷേ 0.9 എന്ന് ചിന്തിക്കാൻ 0 ഇടാൻ മറന്നു പോകുന്നു. 0.9 ആണ് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏരിയയൊക്കെ ഒരു ബുൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റിയാണ്. ഷിബ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, അതിൻ്റെയൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഏരിയകൾ പറഞ്ഞതാണ്. 0.20023 25 ഒക്കെ കിട്ടുകയാണെങ്കിൽ കറൻലിയിലൊക്കെയാണ്. ഷിബിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടമായിട്ട് അത് അക്യുമുലേറ്റ് ചെയ്ത് ഇപ്പോൾ കുറേ നാൾ 0.26 0.31 നിൽക്കുന്നുണ്ട്. അതിന് മുമ്പ് 0.21 24 നിന്നു, 0.8 0.18 0.21 നിന്നു. അങ്ങനെ ഓരോ ഏരിയയിലും ബയേഴ്സിന് ഉണ്ടാക്കിയാണ് ഷിബിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ 2 ആഴ്ച നമുക്ക് ആൾട്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഏരിയകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. 10x കോയിനിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. കൂൾ ഓഫ് ആയിട്ട് നിൽക്കുക, അധികം ഫോം അടിക്കാതിരിക്കുക. വരുന്ന ആൾട്ടിൻ്റെ മൂവ്മെൻറ്റിന് പ്രതീക്ഷ വെക്കുക. അതുപോലെ തന്നെ നിരന്തരം മനസ്സിൽ പറയുന്നത് ഞാൻ ഒരിക്കലും ഗ്രീഡിയിലേക്ക് പോകില്ല. ഈ ബുൾ മാർക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യുന്നൊരു ബുൾ മാർക്കറ്റ് ആയിരിക്കും. ഈ ബുൾ മാർക്കറ്റിൽ ഞാൻ പ്രോഫിറ്റാണ് ലക്ഷ്യം വെക്കുന്നത്, അല്ലാണ്ട് ഞാനൊരു വലിയ കോടീശ്വരനാവുന്നല്ല. പലരും പല ബുൾ മാർക്കറ്റ് കണ്ടുവന്നവരാണ്. എത്ര പേര് കോടീശ്വരനായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ എത്ര പേര് കോടീശ്വരനാവുന്നില്ലല്ലോ. ഒരു എമൗണ്ട് ഉണ്ടാക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റേബിളാവും. അധികം വെറീഡ് ആവുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കൊരു സ്റ്റേബിൾ എമൗണ്ട് ആണെങ്കിൽ, നിങ്ങൾക്ക് പറ്റുന്ന ലോസ് എമൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യപ്പെടാൻ പറ്റില്ല, വെയിൽസിന് നിങ്ങളെ പൊട്ടനാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല വെയിൽസ്. ഇപ്പം മാർക്കറ്റ് 1,07,000 സംതിങ്ങിലേക്ക് BTC കയറി ഇനി മൂടാണെന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച വന്ന മെസ്സേജ് എന്താ, മറ്റേ സൂപ്പർ പവർ കമ്പ്യൂട്ടർ വന്ന് ക്രിപ്റ്റോനെ മാറ്റാൻ പോവുകയാണെന്നുള്ള ന്യൂസാണ് കഴിഞ്ഞ ഡിപ്പിലെ സമയത്ത് വന്നത്. ഇപ്പോൾ ആ ന്യൂസ് എവിടെ, ആരും സംസാരിക്കുന്നില്ല. വീണ്ടും ഡിപ്പ് വരുമ്പം ഇതുപോലുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയും. അപ്പുള്ള സമയത്ത് ക്രിപ്റ്റോയെ പൊക്കുന്ന ന്യൂസുകൾ വരും. ഇത് നമ്മൾ കുടുങ്ങാനുള്ളതാണ്. നമ്മൾ മെൻറ്റാലിറ്റി സേഫ് ആക്കുക, ടെക്നിക്കലിൽ വിശ്വസിക്കുക, ഹിസ്റ്ററിയെ വിശ്വസിക്കുക, കൂളായിട്ടിരിക്കുക. ഓക്കെ, ബൈ.